ഉംറക്ക് പോകുമ്പോൾ സഈ സഫാ മർവന്റെ ഇടയിൽ നമ്മൾ നടക്കണം, സഈ ചെയ്യണ്ടേ? ആ സഈ ചെയ്യണം എന്ന് പറഞ്ഞ ആയത്തേതാ? എവിടുന്നാ സഈ വേണമെന്ന് കിട്ടിയത്? ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് فمن حج البيت أو اعتمر فلا جناح عليه ഇവിടൊക്കെ പറഞ്ഞതാ ലാ ജുനാഹ. ഹറജ് പ്രയാസല്ല, ജുനാഹ് അതേ അർത്ഥത്തിലാണ്. فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. ഹജ്ജിനോ ഉംറക്കോ വന്നാൽ സഫാ മർവന്റെ ഇടയിൽ നടക്കുന്നതിന് വിരോധമില്ല. നേരെ പരിഭാഷ വായിച്ച പടച്ചോനെ ഈ ഉസ്താദ്മാര് വെറുതെ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി നടത്തിയത്, വിരോധമില്ല എന്നല്ലേ ഉള്ളൂ, റൂമിലിരുന്നാലും കുഴപ്പമില്ലല്ലോ. തവാഫൊക്കെ നമുക്ക് നടക്കുന്നുണ്ട്, സഈലാണ് കുഴങ്ങല് അല്ലേ? നമ്മൾ പകുതി എത്തുമ്പോഴേക്കും തളർന്ന് പിന്നെ അന്ന് 7 എണ്ണൊക്കെ വേണ്ടി 3 എണ്ണം മതിയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. യാ അല്ലാഹ്, കുഴപ്പമില്ല എന്നല്ലേ അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയൊക്കെ അർത്ഥം കണ്ടെത്തുന്ന കാലാണിത്. പരിഭാഷ വായിച്ചിട്ടുള്ള മസല പറയാണ്. സുബ്ഹാനല്ലാഹ്, ഹദീസിനെ കണ്ടിട്ട് അങ്ങോട്ട് പറയാണ് ഫിഖ്ഹിന്റെ മസലകൾ. അവിടെ കുഴപ്പമില്ല എന്ന് തന്നെയാണ് വാക്യം. അത് അവതരിക്കാനുണ്ടായ കാരണം എന്താ? ജാഹിലിയ്യ കാലത്ത് അവിടെ 2 ബിംബങ്ങൾ ഉണ്ടായിരുന്നു, ഇസാഫ് നായില എന്ന് പറഞ്ഞ 2 ബിംബങ്ങൾ. അത് 2 മനുഷ്യന്മാരെ അള്ളാഹു പിടിച്ച് ഖരമാക്കി ഉറപ്പിച്ചതാണെന്നാണ്. ഒരാണും ഒരു പെണ്ണുമാണ്, ഇസാഫ് നായില. 2 പേരും കഅബന്റെ ഉള്ളിൽ ചെന്നിട്ട് വ്യഭിചരിച്ചവരാ ജാഹിലിയ്യ കാലത്ത്. അള്ളാഹു അവരെ പിടിച്ച് അങ്ങോട്ട് ഉറപ്പിച്ചു നിർത്തി. ആ അവസ്ഥയിൽ അവരങ്ങോട്ട് ഉറച്ചുപോയി, കല്ല് പോലെ ആയിപ്പോയി. അവരെടുത്ത് കൊണ്ടുപോയി ഒന്ന് സഫന്റെ മുകളിൽ വെച്ചു, ഒന്ന് മറുവന്റെ മുകളിൽ വെച്ചു. പിൽക്കാലത്ത് വന്നവർ ഈ വ്യഭിചരിച്ച ആളുകളാണിതെന്ന് അറിയാതെ അവരൊക്കെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി, അവരൊക്കെ ആരാധിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇസ്ലാമിന്റെ മുമ്പ് അവർ എന്ത് ചെയ്യുന്നു? സഫാ മർവന്റെ മുകളിൽ പോകുന്ന എന്തിനാ? ഈ ബിംബത്തെ പൂജിക്കാനാ. ഇസാഫ് നായില. ആരാ ഈ ബിംബങ്ങൾ? മുമ്പ് തോന്നിവാസം ചെയ്ത ആൾക്കാർ. യാ അല്ലാഹ്. അപ്പൊ സ്വഹാബത്തിന് ബേജാറായി, നബിയെ തവാഫ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോ ഞങ്ങൾ അവിടെ മുമ്പ് പോയത് ആ ബിംബാരാധനക്ക് പോയതല്ലേ, ഭയങ്കര വിഷമം നബിയെ. അതൊക്കെ എടുത്തു കളഞ്ഞില്ലേ? അള്ളാഹുവിന്റെ റസൂൽ അത് ശുദ്ധിയാക്കിയില്ലേ? ഇസ്ലാം വന്നില്ലേ? നിങ്ങളുടെ കൽബിൽ ഈമാൻ ഉണ്ടായില്ലേ? ആ ബിംബങ്ങളൊക്കെ നീക്കിക്കളഞ്ഞില്ലേ? ഇനി തവാഫ് അതും ആ മനസ്സിലെ പ്രയാസത്തിനൊന്നൊരു കുഴപ്പമില്ല കേട്ടോ. തവാഫ് സഈ ചെയ്തോളി, സഫാ മർവന്റെ ഇടയിൽ നിങ്ങൾ പോയിക്കോളി. പണ്ടത്തെ ആ ഓർമ്മ കൊണ്ടൊരു പ്രയാസമൊക്കെ ഉണ്ട്, അതിനൊന്നും സാരല്ല. ഇതാണ് പറഞ്ഞതിനർത്ഥം. ആ സാരല്ല എന്ന് പറഞ്ഞത് മനസ്സിലെ ഈ തോന്നലിന് കുഴപ്പമില്ല.